തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കരമന ജയന്റെ റോഡ് ഷോ പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നിട്ട്. പ്രശാന്ത്, വമ്പൻ ജനപങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം ആവേശമാണ് അവിടെയുള്ളത്? വിഷ്ണു, നാടും നഗരവും ഇളക്കിമറിച്ചുകൊണ്ടാണ് കരമന ജയന്റെ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്നത്. പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് വാഹന പ്രചരണ ജാഥ ആരംഭിക്കുന്നത്. അമ്പലത്തിൽ തൊഴുതിനു ശേഷം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് കരമന ജയൻ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കം കുറിച്ചത്. ജാഥ കടന്നു പോകുന്ന ഓരോ ഇടങ്ങളിലും വലിയ ജനസ്വീകാര്യത ലഭിക്കുന്നു. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങൾ ഈ ജാഥയ്ക്ക് അകമ്പടി സേവിക്കുന്നുണ്ട്. നിരവധി പേരാണ് ഇത്തരത്തിൽ വാഹന പ്രചരണ ജാഥയിൽ അകമ്പടി സേവിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. വലിയ ജനപിന്തുണ, വലിയ ജനസ്വീകാര്യതയെല്ലാം നേടിക്കൊണ്ടാണ് കരമന ജയന്റെ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്നത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വന്നതിന് പിന്നാലെ തന്നെ വലിയ ജനസ്വീകാര്യത ലഭിച്ചിരുന്നു. മാത്രമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം, അതുപോലെ തന്നെ നിരവധി ദേവാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം, അതുപോലെ തന്നെ ടൂറിസം വികസനത്തിനടക്കം അനന്തമായ സാധ്യതകളുള്ളൊരു മണ്ഡലം. ആ മണ്ഡലത്തെ വലിയ രീതിയിൽ അവഗണന നേരിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഭരണകാലഘട്ടത്തിലെല്ലാം മണ്ഡലത്തെ അവഗണിച്ചു എന്നാണ് പരാതി. ആ വ്യാപകമായ പരാതി വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അതിനെല്ലാം ഒരു പരിഹാരമായിക്കൊണ്ട് കരമന ജയന്റെ ഈ സ്ഥാനാർത്ഥിത്വം അതിനെല്ലാം ഒരു പരിഹാരമാകുമെന്നാണ് ജനങ്ങളും കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാഹന പ്രചരണ ജാഥയ്ക്ക് ഇത്രയധികം സ്വീകാര്യത ലഭിക്കുന്നത്. നാടും നഗരവും അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഇളക്കി മറിച്ചു എന്ന് പറയേണ്ടി വരും. നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ ജാഥയ്ക്കൊപ്പം അണിചേരുന്നത്. ദൃശ്യങ്ങളിലൂടെ നമുക്കത് കാണാനും അനുഭവിക്കുവാനും സാധിക്കും. കരമന ജയൻ തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നു, തിരുവനന്തപുരം സെൻട്രൽ സ്ഥാനാർത്ഥിയായി വരുന്നു. വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുന്നു. നമുക്ക് അറിയാം, ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ വിശേഷതയുള്ളൊരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ഭരിക്കുക അല്ലെ പിടിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഈ തലസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റ് ആയാലും ശരി, ഭരണസിരാ കേന്ദ്രങ്ങളെല്ലാം നിയമസഭയും അടക്കമുള്ള ഭരണസിരാ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നൊരു മണ്ഡലം. ആ മണ്ഡലമാണ് സെൻട്രൽ മണ്ഡലത്തിലാണ് കരമന ജയൻ BJPയുടെ NDA സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. വലിയ സ്വീകാര്യത നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ടാണ് ഈ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്നത്. വികസന മുരടിപ്പിന് ഉള്ളൊരു പരിഹാരമായിരിക്കും BJPയുടെ ഈ സ്ഥാനാർത്ഥിത്വം എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അതുതന്നെയാണ് കരമന ജയനും പറയുന്നത്. എന്തായാലും വലിയൊരു വിജയം മണ്ഡലത്തിലെ നിവാസികൾ, സമ്മതിദായകർ തനിക്ക് തരും എന്ന് തന്നെയാണ് കരമന ജയൻ ഉറപ്പായി വിശ്വസിക്കുന്നത്. അദ്ദേഹം പറയുകയും ചെയ്യുന്നു. കാരണം കരമന ജയനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മണ്ഡലത്തിന് അന്യനല്ല. ഈ മണ്ഡലത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും കരമന ജയന് സ്വീകാര്യതയുണ്ട്. എല്ലായിടങ്ങളിലും കരമന ജയനെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം തനിക്ക് വോട്ടായി വരും, ഗുണകരമായി വരും എന്നതെല്ലാമാണ് കരമന ജയൻ നമ്മളോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറയുന്നത്. മാത്രമല്ല, വിശേഷിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നൊരു മണ്ണാണ്. ആ മണ്ണിലാണ് BJPയുടെ ഒരു തേരോട്ടം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് ഒരു നിർണായക തെരഞ്ഞെടുപ്പായി മാറുമെന്ന് തന്നെയാണ് BJPയും പറയുന്നത്. കാരണം തിരുവനന്തപുരത്ത് വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഏതാനും മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ സെൻട്രൽ മണ്ഡലം എന്ന് പറയുന്നത്. നേമവും വട്ടിയൂർക്കാവും തിരുവനന്തപുരം സെൻട്രലും കഴക്കൂട്ടവും അടക്കമുള്ള BJPക്ക് വലിയ സ്വീകാര്യതയും സ്വാധീനവുമുള്ള മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ വലിയ ജനപിന്തുണ, വലിയ ജനസ്വീകാര്യത ഈ മണ്ഡലത്തിൽ ലഭിക്കുമെന്ന് തന്നെയാണ് കരമന ജയൻ പറയുന്നത്. വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്ന മുക്കിലും മൂലയിലും ഓരോ ഇടങ്ങളിലും വലിയ ജനസ്വീകാര്യത കരമന ജനങ്ങൾ നൽകുന്നുണ്ട്. ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്നത്. നമുക്ക് എല്ലായിടങ്ങളിൽ നിന്നും അത് അനുഭവിക്കാൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഇളക്കിമറിച്ചുകൊണ്ടാണ് ഈ ജാഥ കടന്നു പോകുന്നത്. കരമന ജയൻ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷമാണ് വലിയ ആവേശം നമുക്ക് എല്ലായിടത്തും കാണാം. കാരണം വലിയൊരു അനിശ്ചിതത്വം ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇടത് വലത് കക്ഷികൾക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണമെന്നടക്കമുള്ളതിൽ വലിയ ആശങ്ക നേരിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ആ ആശങ്കകളെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും കരമന ജയൻ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയതോടുകൂടിയാണ് ആവേശം അലതല്ലുന്നത് നമുക്ക് കാണാനറിയും, അനുഭവിക്കാനറിയും. BJPയുടെ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്ന ഓരോ വഴികളിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥി കരമന ജയന്റെ
വാഹന പ്രചരണ ജാഥയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തൈക്കാട് സമീപത്ത് മേട്ടുക്കുളയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ദർശനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം തൻ്റെ യാത്ര ആരംഭിച്ചത്. നേരത്തെ തന്നെ കരമന ജയൻ ഇത് പറഞ്ഞിരുന്നു. കാരണം തനിക്ക് മത്സരിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അത് സെൻട്രൽ മണ്ഡലമായിരിക്കണമെന്ന് തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചിരുന്നു. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ NDA ഭാഗമായിട്ടുള്ള അംഗമാണ്, വിജയപ്പുഴ ഭാഗമായിട്ടുള്ള അംഗമാണ് കരമന ജയൻ. അദ്ദേഹത്തിന് പത്മനാഭ സേവയിൽ അനുനിമിഷം മുഴുകുന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, താൻ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുടികൊള്ളുന്ന ദർശനമേകി അനേകം ഭക്തർക്ക്, കോടി ഭക്തർക്ക് അനുഗ്രഹമേകി നിൽക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം, ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ണിൽ തനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ആ അനുഗ്രഹം തന്നെ പത്മനാഭസ്വാമി സാധിച്ചു കൊടുത്തു എന്ന് വേണം നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയായി കരമന ജയൻ വരികയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരം വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. നിരവധി ഈ മണ്ഡലത്തിലെ നിവാസികളെല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കണ്ടുകൊണ്ട് അഭിവാദ്യം മേടിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. ഓരോ ഇടങ്ങളിലും കടന്നു വരികയാണ്. അല്പസമയത്തുള്ളിൽ വഴുതക്കാടേക്ക് ഈ വാഹന പ്രചരണ ജാഥ എത്തും. അതിനുശേഷം ജഗതി, അതിനുശേഷം ശംഖുമുഖമടക്കമുള്ള ശംഖുമുഖമടക്കമുള്ള ഇടങ്ങളിലെല്ലാം വാഹന പ്രചരണ ജാഥ കടന്നു പോകും. എല്ലാ ഇടങ്ങളിലും അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വമ്പൻ ആവേശം ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കരമന ജയന്റെ റോഡ് ഷോ നടക്കുകയാണ്. എന്തായാലും മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.